എന്റെ പിള്ളേരെ ഒന്ന് അനങ്ങി നടക്ക്. എന്തോ ഇത് ചെറുപ്പമല്ലേ, ഇപ്പോഴെങ്ങനെ നടക്കാൻ വയ്യാതായാലോ. നിന്റെ മാമനിത് കാല് കഴിച്ചല്ലേ? അയ്യോ എന്തോന്നടി ഇത് ഭരണി പോലെ ഇരിക്കുന്ന നിന്റെ മാമ എന്തൊരു ഉരുണ്ട് പോണു. അതെ, അധ്വാനിക്കുന്ന മനുഷ്യനാണ്, അപ്പൊ ആരോഗ്യം ഉണ്ടാവും. മാമന് ആരോഗ്യം ഉണ്ടെന്ന്. ഓ അങ്ങനെ, അതുണ്ട്. അയ്യോ എന്തോന്ന് മാമ ഇത് നടക്കാനുള്ള വഴിയുള്ളൂന്നും പറഞ്ഞിട്ട് നേരം എന്തോരായി നടക്കുന്നു. പിന്നല്ലാതെ ഇത് നടക്കാനുള്ള വഴിയല്ലേ ഉള്ളൂ, അല്ലാതെ ഇതുവഴി കാറും ബസ്സും ലോറിയൊന്നും പോകൂലല്ലോ. ഞാൻ ക്ഷീണിച്ച് ശബരിമല പോവാൻ. ശബരിമലല്ലേ മോനെ, നമ്മള് കരി കുടിക്കല്ലേ? പിന്നെ വാ, നമുക്ക് കരിക്ക് കുടിക്കുമ്പോ ഈ ക്ഷീണം എല്ലാം പോവും. ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടി ഇത്രയും ദൂരം നടന്നു, ഇനി കുടിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് നടക്കണ്ടേ? ഹെവിയാ ബ്രസീലിയൻ. എന്റെ പൊന്നു മാമ തിരിച്ചടക്കേണ്ട കാര്യം പറഞ്ഞു തന്നെ ഉള്ളൂ, അതിനൊരു ചീത്ത കൊള്ളാൻ മാത്രം. അല്ല ചീത്ത പറഞ്ഞല്ല, ഇതെന്താന്ന് മനസ്സിലായോ? തെങ്ങ് തെങ്ങ് തെങ്ങ. എന്റെ പൊന്നു മാമ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിഞ്ഞൂടെ ഇത് റബ്ബർ മരമാണ്. ഇതാണ്ടല്ലേ റബ്ബർ വെട്ടി പാലൊക്കെ. എന്നാ കേട്ടോ, ഇത് വെറും റബ്ബർ മരമല്ല, ഇതിനൊരു ശാസ്ത്രീയ നാമമുണ്ട്. ഇതിന് ശാസ്ത്രീയ നാമം പിന്നെ അതാണ് ഹെവിയ ബ്രസീലിയൻസ്. അതായത് ഇതിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലൊന്നും അല്ല. അല്ലല്ല, ബ്രസീലില. അല്ല അപ്പൊ എനിക്കൊരു സംശയം, ഇതിന്റെ പേറ്റെടുത്ത് ആരായിരിക്കും? അല്ല ബ്രസീലിലാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കണം, എന്നിട്ട് അറിവുള്ള ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിക്കേ. മാമൻ പറ. പിന്നല്ലാതെ എന്തെങ്കിലും അറിവുള്ള കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോ ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്. വേറെന്താണ് പേര്? മക്കളെ അറിയാമോ? ഇതിന്റെ വേറൊരു പേരാണ് കരയുന്ന മരം. കരയുന്ന മരം. എന്റെ പൊന്നമ്പാടി ആ പൂപ്പം പലതും പറയാമെന്നും കേട്ട് ഓരോന്ന് പറയല്ലേ. വെറുതെ അങ്ങനെ പറയൊന്നുമില്ല, അറിയുന്ന കാര്യങ്ങളെ പറയുള്ളൂ. മാമൻ പറ. മോളെ നിനക്കറിയാലോ, ഒരു കാര്യമില്ലാതെ ഒരു കാര്യം ഞാൻ പറയില്ല. അതെ, അതായത് ഈ കരയുന്ന മരം എന്ന് പേര് വരാൻ കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ ഇതിന്റെ തോടിൽ ഇങ്ങനെ ഇട്ട് കത്തി വെച്ച് വെട്ടൂലേ, വെട്ടുന്ന സമയത്ത് ഇതിന് ഇങ്ങനെ പാലൊഴുകുമല്ലോ, അതാണ് ഇതിന്റെ കണ്ണീര്. ആ കണ്ണീരെടുത്താണ് നമ്മൾ ഒട്ടുപാലായിട്ടും റബ്ബർ ഷീറ്റ് അടിച്ചും എന്ത് കൊടുത്ത് കാശ് മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കരയുന്ന മരം. എല്ലാം അറിയാം, എനിക്ക് എല്ലാത്തിന്റെ ശാസ്ത്രീയ നാമങ്ങളും അറിയാം. നമ്മൾ എന്തെന്നറിയാവോ, നമ്മൾ ജീവിക്കുന്നെങ്കിൽ തന്നെ ശാസ്ത്രം അനുസരിച്ച് വേണം ജീവിക്കാൻ. ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ ശാസ്ത്രത്തിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ്. കരി കുടിക്കാം. ആണോ? ഞാൻ പോയി കരിക്കെടുക്കാം, എന്നിട്ട് വിളിക്കാം. ശരി. അതെ, ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഇത്തിരി അറിവും ബോധവും കൂടിപ്പോയി. അതിന് കുശുമ്പ് കാണിച്ചിട്ട് കാര്യമില്ല. അറിവും ബോധം കൂടി എന്നല്ല പറയാം, വിവരമില്ലായ്മ കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാടിയാ, നമുക്ക് കരി കുടിക്കാം. നല്ല കുശുമ്പെന്നാണെന്ന് തോന്നുന്നു. അതാണ് അമ്പാടി. വാ, ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടി എന്തോരം ശാസ്ത്രാമം കേട്ട്. അയ്യോ അമ്പാടി ശ്രദ്ധിക്കണേ, ഇത് എങ്ങോട്ട് പോണടി? ഇത് ആളവിടെ നിക്കല്ലേ. മാമ നിക്കണേ. ഇത് മുറിച്ചു കിടന്നത് വീഴരുത് കേട്ടോ. ഇവിടെ കൊറേ മീനാണ്, മീനൊക്കെ പിന്നെ വാവേ. മാമോ ആദ്യം ചേട്ടാ ഇറങ്ങും, എന്റെ കൊച്ചിനെ ഇറക്കുക. അവരങ്ങ് ഇറങ്ങുവാ. കൊച്ചു കുട്ടിയാണെങ്കിൽ വലിയ ആൾക്കാരെ പോലെ. അതിനെ കളിയിടരുത്. എനിക്ക് ഒരടി പോലും താങ്ങാൻ പറ്റൂല. എന്തെന്ന് എടീ കൊച്ചു വയ്യാണ്ടായി, ഞാൻ തന്നെ വയ്യാണ്ടായി നടന്നു ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടിട്ട്. മാമോ പോയി. അവിടെ ഉണ്ട്. പൊന്നുവാ, ഇത് എത്തിയല്ലോ നമ്മള്. അയ്യോ പൊന്നു, എനിക്ക് ഈ തെങ്ങിന്റെ അടിയിൽ മാറി നിൽക്കി, ഇതിന്റെ മുകളിൽ നിന്നൊക്കെ തലയിൽ വല്ലതും വീഴും. നെവർ. കോക്കോസ് ലൂസിഫറ ചതിക്കില്ല. നിങ്ങൾ കരി കുടിച്ചാ പോരെ, ആവശ്യമില്ലാത്തത് പറയരുത് കേട്ടോ.